ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 2025 ജൂലൈ 13 മുതൽ 19 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, മിഥുനം 29 മുതൽ കർക്കിടകം 2 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശുക്രനും സഹോദരസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ സൂര്യനും സുഖസ്ഥാനത്ത് ബുധനും ഉത്തരസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ ഇടയുണ്ട്. രോഗം, അഭീഷ്ടസിദ്ധി, ബന്ധുസമാഗമം, മനപ്രയാസം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ഉചിതമല്ലാത്ത ചിന്തകളും കലഹപ്രവണതയും ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. രോഗശമനത്തിന് കാലതാമസം നേരിടും. ധനപരമായി മെച്ചമായിരിക്കും. ബന്ധുജനങ്ങൾക്ക് ആപത്തും മനോദുഃഖങ്ങളും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും സുബ്രഹ്മണ്യ പ്രീതിയും വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി സൂര്യനും ധനസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് ബുധനും സുഖസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. പല വിധത്തിലുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ അവസരം വന്നുചേരും. മൃഷ്ടാന്ന ലാഭവും കളത്രസുഖവും ഉണ്ടാകും. ധനലാഭം പ്രതീക്ഷിക്കാം. വാക്ക് പാലിക്കാൻ അവസരം വന്നുചേരും. ബന്ധുഗുണം കുറയും. ബന്ധനം, തൊഴിൽ പുരോഗതി, സന്തോഷം, അമിതമായ ചെലവ് എന്നിവ നേരിടേണ്ടതായി വന്നേക്കാം. നയനരോഗങ്ങൾ ഉണ്ടാകാം. വഞ്ചിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്ത മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ജന്മത്തിലും ധനസ്ഥാനത്തുമായ സൂര്യനും ധനസ്ഥാനത്ത് ബുധനും സഹോദരസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹപീഡയും കോപവർദ്ധനവും ഉണ്ടാകും. അഗ്നി, ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഭയം, അഭീഷ്ടസിദ്ധി, ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം. ധനസമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. സ്ഥാനഭ്രംശത്തിനും കലഹത്തിനും സാധ്യത കാണുന്നു. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനസമ്പാദനത്തിന് സാധ്യത. അലച്ചിലും മാനഭംഗവും ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർതം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായ സൂര്യനും ജന്മത്തിൽ ബുധനും ധനസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് ശനിയും ലാഭസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷവും ഉണ്ടാകും. സുഖഭോജനവും ബന്ധുസമാഗമവും ഉണ്ടാകും. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. സംസാര നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത. സർക്കാരിൽ നിന്നും ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ശയനസുഖം, മുറിവ്, ബന്ധനം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടേണ്ടതായി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും അഷ്ടമത്തിൽ ശനിയും കർമ്മസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി സൂര്യനും വ്യയസ്ഥാനത്ത് ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. രോഗശമനം ഉണ്ടാകും. ശത്രുനാശം, ശയനസുഖം, വീഴ്ച, ഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. മനോദുഃഖവും സ്വജന വിരോധവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാപപ്രവൃത്തികളിൽ താൽപ്പര്യമുണ്ടാകും. അഭീഷ്ടകാര്യ സിദ്ധിയും സന്താന ഗുണവും ഉണ്ടാകും. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത. കലഹപ്രവണത ഉടലെടുക്കും. പുത്രന്മാർക്ക് അരിഷ്ടതയ്ക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ദേവീപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ശനി, ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ, കർമ്മസ്ഥാനത്ത് വ്യാഴം, കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായ സൂര്യൻ, ലാഭസ്ഥാനത്ത് ബുധൻ, വ്യയസ്ഥാനത്ത് കുജൻ എന്നിവർ സഞ്ചരിക്കുന്ന സമയമാണ്. ഭാര്യയ്ക്ക് അസുഖങ്ങൾക്ക് സാധ്യത. അനുഭവഗുണം ഉണ്ടാകും. ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. ദ്രവ്യനാശം ഉണ്ടാകാം. വിദ്യാഗുണം പ്രതീക്ഷിക്കാം. കുടുംബ സൗഖ്യവും സന്തോഷവും ഉണ്ടാകും. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത. സഞ്ചാര തടസ്സം, ശത്രുനാശം, ശയനസുഖം, അപകടം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. കർമ്മരംഗത്ത് നേരിയ പുരോഗതി ഉണ്ടാകും.
ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനി, അഷ്ടമത്തിൽ ശുക്രൻ, ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായ സൂര്യൻ, കർമ്മസ്ഥാനത്ത് ബുധൻ, ലാഭസ്ഥാനത്ത് കുജൻ എന്നിവർ സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം ഉണ്ടാകും. ഭയം, സഞ്ചാര തടസ്സം, ശത്രുനാശം, സുഖം എന്നിവ പ്രതീക്ഷിക്കാം. ആരോഗ്യം, അധികാരസ്ഥാനപ്രാപ്തി എന്നിവയ്ക്ക് യോഗം കാണുന്നു. ശത്രുനാശവും കളത്രസുഖവും ഉണ്ടാകും. കുടുംബസുഖവും സാമർഥ്യവും സിദ്ധിക്കും. ആഡംബര വസ്തുക്കളിൽ താല്പര്യം ഉണ്ടാകും. കാര്യവിജയവും അനുഭവഗുണവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ദേവീപ്രീതിയും വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനി, കളത്രസ്ഥാനത്ത് ശുക്രൻ, അഷ്ടമത്തിൽ വ്യാഴം, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായ സൂര്യൻ, ഭാഗ്യസ്ഥാനത്ത് ബുധൻ, കർമ്മസ്ഥാനത്ത് കുജൻ എന്നിവർ സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസവും കോപവും വർദ്ധിക്കും. ദാമ്പത്യ ദുഃഖവും സ്ത്രീകൾ നിമിത്തം വിഷമതകളും ഉണ്ടായേക്കാം. ധനപരമായ കാര്യങ്ങളിൽ കരുതലുണ്ടാകണം. കാര്യതടസ്സത്തിനും സന്താന ദുഃഖത്തിനും സാധ്യത കാണുന്നു. കർമ്മരംഗത്ത് അസ്വസ്ഥതകൾ വർദ്ധിക്കും. വസ്ത്രലാഭം, ഭയം, ദുഃഖം, രോഗശമനം എന്നിവ ഉണ്ടാകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സം നേരിടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനി, ശത്രുസ്ഥാനത്ത് ശുക്രൻ, കളത്രസ്ഥാനത്ത് വ്യാഴം, കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായ സൂര്യൻ, അഷ്ടമത്തിൽ ബുധൻ, ഭാഗ്യസ്ഥാനത്ത് കുജൻ എന്നിവർ സഞ്ചരിക്കുന്ന സമയമാണ്. ഉദരരോഗം, സഞ്ചാരക്ലേശം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കർമ്മതടസ്സം, സുഖം, ഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. സന്താന ഗുണവും കാര്യവിജയവും ഉണ്ടാകും. ബുദ്ധിക്ക് ഉണർവും സൽക്കർമ്മങ്ങളിൽ താല്പര്യവും ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾക്ക് അരിഷ്ടതകൾക്ക് യോഗമുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും, പുത്രസ്ഥാനത്ത് ശുക്രനും, ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ സൂര്യനും, ശത്രുസ്ഥാനത്ത് വ്യാഴവും, കളത്രസ്ഥാനത്ത് ബുധനും, അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗം ശമിക്കും. ധനലാഭം ഉണ്ടാകും. ശയനസുഖം, കർമ്മതടസ്സം, കാര്യവിജയം, ഭയം എന്നിവ പ്രതീക്ഷിക്കാം. വ്രണാദി രോഗങ്ങളും മാനനഷ്ടവും ഉണ്ടാകും. സ്വജനവിരോധവും സുഖവിരഹവും നേരിടേണ്ടതായി വരാം. ശത്രുശല്യം വർദ്ധിക്കും. സന്താന ഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. ഭൃത്യന്മാരും സർവാഭിഷ്ടസിദ്ധിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്ത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും, സുഖസ്ഥാനത്ത് ശുക്രനും, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ സൂര്യനും, പുത്രസ്ഥാനത്ത് വ്യാഴവും, ശത്രുസ്ഥാനത്ത് ബുധനും, കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. കുടുംബസുഖം കുറയും. ബന്ധുക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഗൃഹവാഹനാദി ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുശല്യം കുറയും. കാര്യവിജയം ഉണ്ടാകും. നയനരോഗങ്ങൾക്ക് സാധ്യത. അമിതമായ ചെലവ്, ഭാഗ്യസിദ്ധി, മാനനഷ്ടം, വസ്ത്രലാഭം എന്നിവ പ്രതീക്ഷിക്കാം. മനപ്രയാസവും രക്തസമ്മർദ്ദവും വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും, സഹോദരസ്ഥാനത്ത് ശുക്രനും, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ സൂര്യനും, സുഖസ്ഥാനത്ത് വ്യാഴവും, പുത്രസ്ഥാനത്ത് ബുധനും, ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗവർദ്ധനവും കാര്യതടസ്സവും ഉണ്ടാകും. ശയനസുഖം, ധനനഷ്ടം, ബന്ധുസമാഗമം, മനപ്രയാസം എന്നിവ ഉണ്ടാകും. ശത്രുശല്യം കുറയും. കുടുംബകലഹത്തിന് സാധ്യത. അനുഭവഗുണം കുറയും. ഐശ്വര്യവും വസ്ത്രാഭരണ ലാഭവും ഉണ്ടാകും. അന്യദേശയാത്രകളും സ്വജനങ്ങളുടെ വേർപാടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക.